ബിനോയ് 8ൻ്റെ ഒരു ലൂണാർ. മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ ഫഹദ് ഫാസിൻ്റെ ഒരു പഞ്ച് ഡയലോഗായത്. തന്നെ അടിച്ച വില്ലനെ തിരിച്ചടിച്ചതിന് ശേഷം മാത്രം ഇനി കാലിൽ ഒരു ചെരുപ്പിടൂ എന്ന് പ്രതിജ്ഞ എടുത്തതിന് ശേഷം വില്ലനിട്ട് അടിച്ചിട്ട് വന്നിട്ട് തിരിച്ച് കടയിൽ വന്നിട്ട് പറയുന്ന ഡയലോഗ്. ചെരുപ്പ് അവിടെ നിൽക്കട്ടെ, ചെരുപ്പിലേക്ക് പിന്നീട് മടങ്ങി വരാം. അതിനു മുമ്പായിട്ട് 2 ചെറിയ കഥകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലാദ്യത്തെ എന്ന് പറയുന്നത് 1990-കളിൽ മധ്യത്തോടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വളരെ വ്യാപകമായിട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടു. അത് ഏറ്റവും അധികം ബാധിച്ചത് ഇന്തോനേഷ്യ, തായ്ലൻഡ്, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളെയാണ്. ഇന്തോനേഷ്യയെ സംബന്ധിച്ച് അവിടെ 30 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സുഹർത്തോ എന്നയാൾക്ക് ഭരണം നഷ്ടപ്പെട്ടു, കലാപങ്ങളിലും പ്രക്ഷോഭങ്ങളിലും പെട്ടു. പിന്നെ അത് ഏറ്റവും ബാധിച്ച രാജ്യമായിരുന്നു സൗത്ത് കൊറിയ. $40 ബില്യൺ കടക്കണിയിൽപ്പെട്ടു ആ രാജ്യം. അപ്പോൾ അവിടുത്തെ രാജ്യസ്നേഹികളായ ചെറുപ്പക്കാർ ചെയ്ത കാര്യമാണ് ഇവിടുത്തെ കഥയുടെ ഒരു അടിസ്ഥാനം. ദേവു, സാംസങ്, ഹുണ്ടായി ഇന്നും അത് അവിടുത്തെ വലിയ പ്രമുഖ സ്ഥാപനങ്ങളാണ്. ഈ 3 സ്ഥാപനങ്ങളിലെ ചെറുപ്പക്കാരായ ജോലിക്കാർ അവരാണ് ഇതിന് മുൻകൈ എടുത്തത്. അവരൊരു ക്യാമ്പയിന് തുടക്കമിട്ടു. ഡൊണേറ്റ് ഗോൾഡ് ഫോർ ദ ലവ് ഓഫ് കൊറിയ എന്നായിരുന്നു ആ ക്യാമ്പയിൻ്റെ പേര്. അതുപ്രകാരം ആ രാജ്യത്തെ രാജ്യസ്നേഹികളായ ജനങ്ങൾ മൊത്തം അവരോട് സഹകരിച്ചു. ആബാലവൃദ്ധം ജനങ്ങൾ, അതായത് സ്ത്രീകൾ അവരുടെ വെഡ്ഡിംഗ് റിങ്, ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾ അവരുടെ ഗോൾഡ് മെഡൽ പോലും ഇതിൻ്റെ ഭാഗമായിട്ട് ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ ചുരുങ്ങിയ കാലയളവിൽ $200 മില്യൺ ഗോൾഡാണ് അവർ സമാഹരിച്ചത്. 40 ബില്യൺ കടബാധ്യതയുള്ളിടത്ത് $200 മില്യൺ എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയല്ല. എങ്കിൽ പോലും ജനങ്ങളുടെ ആ കൂട്ടായ പരിശ്രമവും ആ പ്രതിബദ്ധതയും ഫലം കണ്ടു. 5 വർഷത്തിനുള്ളിൽ ആ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി. ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ കൂട്ടായ്മ ആ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഥ. രണ്ടാമത്തെ കഥ നടക്കുന്നതും ആ കാലയളവിൽ അതേ രാജ്യത്ത് തന്നെയാണ്. 1998 ജനുവരി 29 ആണ് വേൾഡ് ഫേമസ് ബ്ലോക്ക് ബസ്റ്റർ മൂവിയായ ടൈറ്റാനിക് റിലീസാകുന്നത്. ലോകമെമ്പാടും കോടികൾ വാരുന്ന സമയത്ത് ആദ്യ 2 ആഴ്ചകളിൽ ഒരു ഒറ്റ ടിക്കറ്റ് പോലും സൗത്ത് കൊറിയയുടെ തലസ്ഥാനമായ സിയോളിൽ വിൽക്കാൻ സാധിച്ചില്ല. അപ്പം പാശ്ചാത്യ മാധ്യമങ്ങൾ പലരും ആ രാജ്യത്ത് പോയിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് അവിടുത്തെ ജനങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞ വാചകം ഇതാണ്: വി കാൺട്ട് അഫോർഡ് ടു ബൈ എനിത്തിങ് ദാറ്റ് ഈസ് യുവേഴ്സ്, ഇൻക്ലൂഡിങ് ഈവൻ ഇഫ് ഇറ്റ്സ് എ മൂവി. ഇറ്റ് വിൽ ഓൺലി സ്ട്രെങ്തൻ $US ആൻഡ് ഇറ്റ് വിൽ ഫർദർ വീക്കൻ അവർ വൺ എന്നാണ് അവിടുത്തെ കറൻസിയുടെ പേര്. ആ രാജ്യത്തിലെ ജനങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തി, ആ പ്രതിബദ്ധത, ആ രാജ്യത്തോടുള്ള സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് സൗത്ത് കൊറിയ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൽ എന്തെങ്കിലും അതിശോക്തി ഉണ്ടോ? ഇനി രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന മിഖായിൽ ഗോർബച്ചേവിൻ്റെ പ്രസിദ്ധമായ ആത്മകഥയുണ്ട്, മെമ്മോയിസ്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചെറിയൊരു ഇൻസിഡൻ്റാണ് രണ്ടാമത്തെ കഥയുടെ അടിസ്ഥാനം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ ബോംബൊക്കെ വീണിട്ട് നാഗസാക്കി, ഹിരോഷിമ നമുക്കറിയാമല്ലോ. ആ രാജ്യം ഛിന്ന ഭിന്നമായി, നാമാവശേഷമായി. ആ സമയത്ത് ഗോർബച്ചേവ് ഒരു സ്റ്റുഡൻ്റാണ്. ഹി വാസ് സ്റ്റഡിങ് ഇൻ യൂറോപ്പ്. അദ്ദേഹത്തിൻ്റെ കൂടെ 2 ജാപ്പനീസ് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ആ കാലയളവിൽ. അപ്പോൾ ഈ നോട്ട്സൊക്കെ പറയുന്ന സമയത്ത് ഒരാൾ മാത്രം നോട്ട് എഴുതും, മറ്റേ ആൾ എപ്പോഴും പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്ന പരിപാടിയാണ്. എൻ്റെ മോനെ എപ്പോഴും ഒടിഞ്ഞു പോവുക. ദ ലെഡ് വാസ് വെരി ബ്രിട്ടിൽ. അപ്പോൾ ഗോർബച്ചേവ് അവരോട് പറഞ്ഞു, വൈ ഡോണ്ട് യു ബൈ സം ബ്രിട്ടീഷ് പെൻസിൽ വിച്ച് ഈസ് എ ബെറ്റർ ക്വാളിറ്റി. എപ്പോഴും ഷാർപ്പൻ ചെയ്യേണ്ട പരിപാടിയില്ലല്ലോ, അത് ചീപ്പാണ്, തന്നെ വലിയ വിലയില്ല. അപ്പോൾ അവർ പറഞ്ഞ വാചകമാണ് ഈ കഥയുടെ മൊത്തം സാരാംശം എന്ന് പറയുന്നത്. വി നോ അവർ പ്രൊഡക്റ്റ് ഈസ് ഇൻഫീരിയർ അറ്റ് ദ മൊമെൻറ്റ്, ബട്ട് ഇഫ് വി ഡോണ്ട് ബൈ, who else will buy? If we don't buy, who else will buy? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ലെറ്റ് മീ കം ബാക്ക് ടു ദിസ് സ്ലിപ്പേഴ്സ്. ഇതിന് ഇവിടുത്തെ ഒരു കേടിയാണ് വില. നാട്ടിൽ ഏതാണ്ട് 240 രൂപ. ഒരു $25 കുറച്ച് 750 ഫിൽസിന് ഇതേ പ്രൊഡക്റ്റ് ചൈനീസിൻ്റെ ഇവിടെ കിട്ടും. ഇന്നലെ വരെ ഒരു പക്ഷേ ഞാനും ആ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റേ വാങ്ങാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ചെരുപ്പല്ലേ, വി ഡോണ്ട് ലുക്ക് അറ്റ് ബ്രാൻഡ്സ്. പക്ഷേ ഇനി അങ്ങോട്ട് ഐ വോണ്ട് ബി ഡൂയിങ് ഇറ്റ്. നിങ്ങളും ഇനി ചൈനീസ് പ്രൊഡക്റ്റ് കഴിയുന്നതും ബഹിഷ്കരിക്കണം. ആൻഡ് ലെറ്റ്സ് ബൈ ഇന്ത്യൻ പ്രൊഡക്ട്സ്, because if we don't buy, who else will buy?
നമ്മുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പാകിസ്ഥാനേക്കാളേറെ കാലാകാലങ്ങളായിട്ട് ആസൂത്രിതമായിട്ട് പാകിസ്ഥാൻ വൈകാരികമായിട്ട് പലപ്പോഴും പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചൈന അങ്ങനെയല്ല. 19 വർഷമായിട്ട് വളരെ കരുതിക്കൂട്ടി ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിയേക്കുന്ന ഒരു രാജ്യമാണ് ചൈന. നമുക്ക് അതിർത്തിയിൽ പോയി അവരോട് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം നമ്മളിൽ ആർക്കും ഇല്ല. പക്ഷേ കുറഞ്ഞ പക്ഷം നമ്മളെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർക്ക് നേർക്കുവരുന്ന വെടിയുണ്ടകളുടെ കാശ് അത് നമ്മുടെ പോക്കറ്റിൽ നിന്നാകരുത്. Please boycott Chinese products and let's promote Indian products from now on. Because if we don't buy, who else will buy? Jai Hind.